ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ അത്ഭുതം പിന്നെയും പിന്നെയും സംഭവിക്കാൻ പോകുന്നു. പക്ഷെ ഇപ്പോഴും ആ സസ്പെൻസ് അങ്ങനെ നിൽക്കുന്നു. മീനുട്ടി, അതെന്താ അത് നിങ്ങൾ പറയുന്ന ഒരു സർപ്രൈസ് നടന്നുകൊണ്ടിരിക്കുക. ഇത്രയും സീക്രട്ട് പാടില്ല കേട്ടോ, ഇത്ര സീക്രസി പാടില്ല. അതെ, ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി ആദ്യം ഗംഭീരമായിട്ട് പാടിയെന്നാണ് പല ആൾക്കാരുടെ അടുത്ത് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രീകുട്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറിന്റെ ഒരു പാട്ട് പാടിയിരിക്കുകയാണ് ഇപ്പം. പക്ഷെ ആരാണ്, ഏതാണ്, എങ്ങനെയാണ് അതിപ്പോ പറയില്ല. അപ്പൊ എത്ര സർപ്രൈസ് ഇടുന്നേ, കൊറേ കാത്തിരിക്കണോ? അപ്പൊ കാത്തിരുന്നോ? സസ്പെൻസ് ആണോ? ക്ലൂ ഉണ്ടോ? ക്ലൂ അതെല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ. അപ്പൊ ഞാൻ ഈ ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് പറയാം അവരാരാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? എനിക്കും തരൂ ഒരു ക്ലൂ. മലയാളത്തിൽ ഒത്തിരി 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 സിനിമകൾ ചെയ്ത നമ്മുടെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറാണ്. അത് മാത്രമേ ഇപ്പൊ ആരും ഒന്നും വേറെ നമ്മള് വന്നോളൂ, നമ്മൾ ആ പാട്ടുമായിട്ട് ഇവിടെ വരും. ബാംഗ്ലൂർ പോയിട്ട് എന്തൊക്കെയാ വിശേഷം? ബാംഗ്ലൂർ പോയിട്ട് അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇപ്രാവശ്യം കുറെ ദിവസം കിട്ടി. വെക്കേഷൻ അല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്തത് ഷോപ്പിംഗ് ആണ്. പോയപ്പോ വാങ്ങിയതാ. അയ്യോ, വന്ന് നമ്മുടെ ശ്രീകുട്ടി അമ്മയുടെ പഴയ ഉടുപ്പൊക്കെ ഇട്ട് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഒന്ന് അല്ലാതെ ഞാനും അമ്മയും എല്ലപ്പോ വഴക്കായി ഡ്രസ്സിന്റെ കാര്യത്തില്. അമ്മ ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പട്ടുപാവാട ഇട്ടുകൊണ്ട് നിന്നിട്ട് എനിക്കിപ്പം ബോറടിച്ചു ഇട്ടിട്ടിട്ട്. അപ്പൊ എനിക്ക് നോർമൽ ഫ്രോക്സ് അങ്ങനെയൊക്കെയാണ് ഇടാൻ ഇഷ്ടം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്റെ അമ്മയുടെ സിസ്റ്ററിനെയും കൂട്ടി പോയി. എന്ന് വെച്ചാൽ അമ്മ കൂടെ വന്ന, അമ്മ മാത്രം വന്നു കഴിഞ്ഞാല് അല്ല, അമ്മ ഏതൊക്കെയോ ഈ ആന്റി സ്റ്റൈൽ സംഭവങ്ങളൊക്കെ എടുത്തു തരും. അമ്മയ്ക്ക് ആന്റി വൈബാണ്, ഭയങ്കര ആന്റി വൈബ്. അപ്പൊ അമ്മ ഇടുന്ന കുർത്ത അതൊക്കെ എനിക്ക് തരും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ഒന്നും ഇടില്ല എന്നൊക്കെ. അപ്പൊ അമ്മയുടെ അനിയത്തിന്റെ കൂടെ പോയി. അപ്പൊ ഈ സെലക്ഷൻ ഒക്കെ കിട്ടി. അമ്മയുടെ അനിയത്തി കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ആളാണ്. ഇപ്പൊ അങ്ങനെ എത്ര കഷ്ടപ്പെടണം അല്ലേ ഒരു ഉടുപ്പ് മേടിക്കാൻ. എന്തായാലും കൊള്ളാം, നല്ല കോസ്റ്റ്യൂം. യെസ്. അപ്പൊ ഏതാ പാട്ട്? തുമ്പിക്കിന്നാരം. മൂവി നരൻ. ഇയർ 2005. മ്യൂസിക് കമ്പോസർ ദീപക് ദേവ് സർ. ദീപുവിന്റെ പാട്ടാണ്. ലിറിക്സ് കൈതപ്രം സർ. സിംഗേഴ്സ് ഗായത്രി മാം ആൻഡ് യേശുദാസ് സർ. നേരത്തെ പറഞ്ഞില്ലേ വിയറ്റ്നാമിലെ പാട്ട്, നമുക്ക് കാണണ്ടേ? Hãy chín, hãy vào nơi đây. Vườn đào nhấp đủ loài cây. Ai mua em cũng bán, mà ai vay là em cũng chiều. Đấy chị em à. Chị em ơi. Sao? Ra đây tôi có phải xưng danh không nhỉ? Không xưng danh thì ai biết là ai. Thủ phần tháng ngày dư ý, ung dung sớm tối vào ra. സപ്തസ്വരങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇത്. അത് പ്രോപ്പർ പാട്ടായിരുന്നു. അത് പാട്ടാണെന്ന് അവർക്ക് ചോദിക്കണം. പാട്ടാണ്. അവര് സംസാരിക്കുമ്പോ സംസാരമാണെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയല്ലേ? ചൈനീസ് ആയിട്ട് നല്ല ബന്ധമുണ്ട്. ചൈനീസില് ആക്ച്വലി മെട്രോയില് പോകുമ്പോഴത്തേക്ക് ഒരു സാധനം ഉണ്ടാവും. സാവാതീക欢迎大家，欢迎大家来到我们美丽的泰国，我们都是。സാവാതിക മീൻസ് വെൽക്കം. വെൽക്കം. തായ്ലൻഡിൽ പോകുമ്പോ സാവാതിക അങ്ങനെയല്ലേ പറയാ. യു ആർ എം ജയചന്ദ്രല്ല എന്ന് പറയില്ലേ? അതുപോലെ കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനാണ്. സാർ എന്ന് പറഞ്ഞാൽ കാ. അപ്പൊ കാ പാടറേ. All the best. Thank you. കേട്ടില്ലല്ലോ തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ സ്നേഹം കാണാതെ നേരം പോയല്ലോ ഇന്നോളം ഞാൻ കേട്ടില്ലല്ലോ ഹൃദയാർദ്രമാമീ സ്വരം ഇന്നോളം ഞാൻ ചെന്നില്ലല്ലോ
തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ. കേട്ടില്ലല്ലോ തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ. സ്നേഹം കാണാതെ നേരം പോയല്ലോ. ആഹാ ഇന്നോളം ഞാൻ കേട്ടില്ലല്ലോ ഹൃദയാർദ്രമാമീ സ്വരം. ഇന്നോളം താങ്ക് യു. ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ റെൻഡീഷൻ ഓഫ് ദിസ് സോങ് തുമ്പിക്കിന്നാരം യു ആർ ഗോയിങ് ടു ഗെറ്റ് 98 out of 1. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. ഇനിയും ഇങ്ങനെ ഹാപ്പി ആക്കുന്ന ഒത്തിരി പാട്ടായിട്ട് വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. 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 ഗുഡ് നൈറ്റ്.